ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമിറ്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2024 മെയിൻസിൻ്റെ 18 ജനുവരി നടന്ന എക്സാമിൻ്റെ സൊല്യൂഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പെൻ ഫ്രീ ആയിട്ട് ഒരു പകുതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പെൻ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 20-ാം തീയതി നടന്ന എക്സാമിൻ്റെ 20/1/2025 നടന്ന മെയിൻസ് എക്സാമിൻ്റെ മാത്സിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കുറേ പേര് ഇംഗ്ലീഷിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. ഇംഗ്ലീഷൊക്കെ വളരെ എളുപ്പമായിരുന്നു. എളുപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും വാങ്ങാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ റീസണിങ് കുറച്ച് പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ GK ഇവിടെ സോഴ്സ് സൂചിപ്പിക്കുന്ന കുറേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ട്രെൻഡിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കുറച്ച് GK ഒക്കെ ചോദിച്ചിട്ടുള്ളത്. സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ക്വസ്റ്റിനും നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഒരു സജഷൻ തരുന്നത് നിങ്ങൾക്ക് പർമാർ എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവരും കൂടുതൽ ആൾക്കാർ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ CGL 25 വേണ്ടി നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കോഴ്സ് എടുത്ത് പഠിക്കാം. അതിൻ്റെ കൂടെ സ്ട്രാറ്റജി വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ CGL 2025 വേണ്ടി അല്ലെങ്കിൽ CHSL 2025 വേണ്ടിയുള്ള സ്ട്രാറ്റജി വീഡിയോ ഞാൻ ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ മറ്റേതുമായിട്ട് കഴിഞ്ഞ സ്ട്രാറ്റജിയായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറയുന്നത് ABCD എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലാണ് ഇൻ വിച്ച് ഡയഗണൽ BD 70 ആണ്, AL പെർപെൻഡിക്കുലർ ടു BD ആൻഡ് CM പെർപെൻഡിക്കുലർ ടു BD സച്ച് ദാറ്റ് AL 18 ആണ്, CM 20 ആണ് ആൻഡ് ദ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ. ഇത് ഒരു ABCD ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലാണെങ്കിൽ ഇത് രണ്ട് ട്രയാങ്കിൾ വെച്ചാണ് ഇതുണ്ടാവുന്നത്. അത് ഞാനിതിന് എക്സാമിന് പോകുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഹാഫ് ഇൻറ്റു ആ ഒരു BD എന്ന് പറയുന്ന ആ ഒരു ഡയഗണൽ അതിൻ്റെ ബേസ് ആയിട്ട് വരും. 70 ഇൻറ്റു 20 18 36. നമുക്ക് എന്ത് കിട്ടും? 35 ഗുണം 36 ഗുണം 38. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 35 ഗുണം 38 19ൻ്റെ മൾട്ടിപ്പിൾ. അതിനേക്കാളും നല്ലത് നിങ്ങൾ ഇത് ചെയ്യാതെ ഇത് വെട്ടാതെ, ഓക്കെ, ഇത് വെട്ടാതെ, ഓക്കെ, ഹാഫ് ഇൻറ്റു എങ്ങനെ വന്നതെന്ന് പറഞ്ഞുതരാം. 70 ഇൻറ്റു 38 എന്ന് വരും. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 19 ആണ്, ഒരു 0 കാണും. പിന്നെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 963 3 അവസാനിക്കുന്ന ഓപ്ഷൻ ഇതുണ്ട്. ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററലാണിത്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു രണ്ട് ട്രയാങ്കിൾ ചേർന്നിട്ടാണ് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് BD എന്ന് വെച്ചാൽ ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ വന്നിട്ടുണ്ട്, ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു BD ഇൻറ്റു പെർപെൻഡിക്കുലർ, അതിലോട്ടുള്ള പെർപെൻഡിക്കുലർ. ഇത് H ആണെങ്കിൽ ഇൻറ്റു H ആണ്. അതുപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ ട്രയാങ്കിളിലും ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് BD ഇൻറ്റു ഹൈറ്റ് H2 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു BD നമ്മൾ കോമൺ എടുത്തു. ഹാഫ് ഇൻറ്റു ആ ഒരു BD എന്ന് പറയുന്ന ഡയഗണലിൽ കോമൺ എടുത്തു. ബാക്കി എന്ത് വരും? H1 + H2. അതാണ് 20ഉം 18ഉം. അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ എക്സാമിന് പോയിട്ട് ഇതവിടെ വരച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരിക്കലും കറക്റ്റ് അല്ല. നിങ്ങൾ ഒരുപാട് ആൾക്കാരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഇവിടുന്ന് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. ഹാഫ് ഇൻറ്റു 70 ഇൻറ്റു 38 ഇത്രയായിരിക്കണം നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. യെസ്. അടുത്ത്, അപ്പോൾ ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് ചെയ്യണം, അധികം ആരും പറഞ്ഞുതരാത്ത കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എ ടാങ്ക് വെൻ ഫുൾ ക്യാൻ ബി എംറ്റീഡ് ബൈ ആൻ ഔട്ട്ലെറ്റ് പൈപ്പ് in 5.6 hours വൈൽ ആൻഡ് ഇന്നറ്റ് പൈപ്പിന് സെയിം എംറ്റി ടാങ്കിനെ ഫില്ല് ചെയ്യാൻ പറ്റും 7 മണിക്കൂറിൽ. അപ്പോൾ ആദ്യം നമുക്ക് LCM എടുക്കാം. 5.6ൻ്റെ 7ൻ്റെ നമുക്ക് എത്ര കൊടുക്കാം? 28 കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ 56 കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് 28 കൊടുക്കുകയാണ്. 28ആണ് ടോട്ടൽ വർക്കെങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ വെള്ളമെങ്കിൽ എന്ന് പറയുന്ന പൈപ്പ് 5.6 മണിക്കൂർ കൊണ്ട് എംറ്റി ആവും. ഇപ്പോൾ 28/5.6 ഇൻറ്റു 5 28 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ -5 ആണ് ഇവൻ്റെ എഫിഷ്യൻസി. ഓക്കെ, ടൈം വർക്കിൻ്റെ ക്ലാസ് ഒക്കെ കാണുക. BAയുടെ എഫിഷ്യൻസി എത്ര വരും? 28/7 4 ആണ്. അപ്പോൾ രണ്ടുപേരോട് ചെയ്യുമ്പോൾ 1 മണിക്കൂറിൽ എന്ത് ചെയ്യും? 1 യൂണിറ്റ് വെച്ച് എംറ്റി ആവും. ടോട്ടൽ എംറ്റി ആവേണ്ടത് 28 യൂണിറ്റ് ആണ്. ഇഫ് പൈപ്സ് A and B are turned alternatively for 1 hour each starting with pipe A when the tank is full, how long it will take to empty the tank? അപ്പോൾ ടാങ്ക് ഫുള്ളായിട്ടിരിക്കുകയാണ്. നമുക്ക് 28 യൂണിറ്റ് വെള്ളം കളയണം. ഇപ്പോൾ 2 മണിക്കൂറിൽ എയും ബിയും കൂടെ, ഇപ്പോൾ A ആദ്യം തുറക്കുന്നു, B പിന്നെ തുറക്കുന്നു. അപ്പോൾ 2 മണിക്കൂറിൽ ഇവർ രണ്ടുകൂടെ എന്ത് ചെയ്യും? 1 യൂണിറ്റ് വെള്ളം വെച്ച് കളയും. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്. തെറ്റിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് 28 പോയിട്ട് 1 യൂണിറ്റ് കുറയാൻ 2 മണിക്കൂർ എടുക്കും. എന്നാൽ 28 യൂണിറ്റ് കുറയാൻ ഇതേ ഗുണം 28 ചെയ്ത് 56 മണിക്കൂർ എന്ത് ചെയ്യും? ആൻസർ മാർക്ക് ചെയ്തിട്ട് വന്ന ഒരുപാട് പേരും കാണും. ഈ പുള്ളി എന്താ ചെയ്തിരിക്കുന്നത്? കണ്ടോ, ഈ പുള്ളി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ 1 ആൻസർ കൊടുത്തിട്ട് വന്നു. അതെന്താണ്? അത് പഠിത്തത്തിൻ്റെ കുറവാണ്. വെറുതെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ സില്ലി മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത ഒരുപാട് പേര് കാണും. നിങ്ങൾ എത്ര പേര് കാണുമെന്ന് ഒന്ന് കമൻറ്റായിട്ട് പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എംറ്റിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും
നിങ്ങൾ ഈ ഒരു വഴിയിലോട്ട് പോകരുത്. കാര്യം എന്ന് വെച്ചാൽ എന്താ, ഒരു 2 മണിക്കൂറിൽ 1 യൂണിറ്റ് വെച്ച് വെള്ളം എന്ത് ചെയ്യും, കളയും, അല്ലെങ്കിൽ എംറ്റി ആവും. നമുക്ക് എപ്പോഴും ലാസ്റ്റ് മണിക്കൂർ, ഇപ്പോൾ എ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഓരോ ഈവൻ ടൈമിങ്ങിലും എന്ത് ചെയ്യും, കഴിഞ്ഞിട്ട് ഓട് ടൈമിംഗ് തുടങ്ങുമ്പോൾ, പുതുതായിട്ട് തുടങ്ങുമ്പോൾ എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 28 യൂണിറ്റാണ് ഫുള്ള് കളയേണ്ടത്, എ എത്രയാണ് 5 യൂണിറ്റാണ് ചെയ്യുന്നത്. അതായത് 23 വരെയുള്ള എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. എപ്പോഴും ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ 23 യൂണിറ്റ് കുറയാൻ വേണ്ടി എത്ര സമയം എടുക്കും, ഇതൊന്നും 1നെ 21 ഗുണിക്കുന്നു, ഇവിടെ എന്ത് ചെയ്യണം 23 ഗുണിക്കണം. അതായത് 46 മണിക്കൂറിൽ എന്ത് ചെയ്യും, 23 യൂണിറ്റ് വെള്ളം പോയി കഴിഞ്ഞു. അടുത്ത 47ാമത്തെ മിനിറ്റിൽ ആരാ വരുന്നത്, മണിക്കൂറിൽ ആരാ വരുന്നത്, നമ്മുടെ എ എന്ന് പറയുന്ന പൈപ്പാണ്. അതെന്ത് ചെയ്യും, 5 യൂണിറ്റ് വെള്ളത്തെയും കളയും. 23 നിന്ന് വീണ്ടും 5 പോയാൽ 28 യൂണിറ്റ് വെള്ളം എന്ത് ചെയ്യും, 21 5 പോയല്ല, 21 വെള്ളം പോവും 46 മണിക്കൂറിൽ. ഇനി ബാക്കി 5 യൂണിറ്റ് വെള്ളം കൂടെ ഉള്ളൂ. അത് അടുത്ത മണിക്കൂർ തന്നെ, 47ാമത്തെ മണിക്കൂർ തന്നെ എന്ത് ചെയ്യും, അത് എംറ്റി ആയി. ഇവിടെ വെച്ച് ഇത് എംറ്റി ആയി, പിന്നെ വെള്ളമൊന്നുമില്ല. പിന്നെ എങ്ങനെ 56 മണിക്കൂറിൽ അത് എംറ്റി ആവും എന്ന് പറയുന്നത്? അപ്പം 47 മണിക്കൂർ തന്നെ എന്ത് ചെയ്യും, അത് എംറ്റി ആവും. ഈ ഒരു കൺസെപ്റ്റ് ഒരുപാട് പേര് വീണ്ടും തെറ്റിക്കുകയാണ്. ഒരുപാട് നാളുകൊണ്ട് ചോദിക്കുന്ന കൺസെപ്റ്റാണ്, നമ്മുടെ ക്ലാസ്സുകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ധരിച്ചവർ ഒരുപാട് പേര് കാണും. 4 മാർക്കാണ് അവിടെ നഷ്ടപ്പെടുത്തുന്നത്. ക്വസ്റ്റ്യൻ്റെ 3 മാർക്കും റോങ്ങിൻ്റെ 1 മാർക്കും. A:B ഉണ്ട്, B:C ഉണ്ട്. ഫൈൻഡ് റേഷ്യോ ഓഫ് C:A. ഇവിടെ C:A നോക്കുമ്പോൾ C എന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്ത് 7 ഒന്നും കാണാനില്ല. C എന്ന് പറഞ്ഞാൽ എന്താണ്, 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ C 7ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന ഓപ്ഷൻ ചെയ്തുണ്ട്, ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. ഒറ്റ സെക്കൻഡിൽ പെൻ എടുക്കാതെ. അപ്പോൾ പെൻ ഫ്രീ ആയിട്ട് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാം, കഴിഞ്ഞതിനകത്ത് നമ്മൾ 16 ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്തു. ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ 19ൻ്റെ മൾട്ടിപ്പിൾ ഒക്കെ നോക്കാം, കുഴപ്പമില്ല. പെൻ ഫ്രീ ആയിട്ട് ഞാൻ കൂട്ടുന്നില്ല. ഇത് ഇത്ര എഴുതേണ്ടി വരും. ഈ ക്വസ്റ്റ്യൻ എന്താണ്, പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എല്ലാം ചെയ്യണമെങ്കിൽ എന്താ, ഇവിടെ B 5 എന്ന് പറയുന്നു, ഇവിടെ B 3 എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം 10, 15, ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം 15, 21. C:A എന്ന് പറയുമ്പോൾ 21/10 നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആവശ്യമില്ല. പെൻ ഫ്രീ ക്വസ്റ്റ്യൻ, പെൻ ഫ്രീ ക്വസ്റ്റ്യൻ 1 ആണ്. ഓക്കെ, പെൻ ഫ്രീ ക്വസ്റ്റ്യൻ 1 ആണ്. അടുത്ത യെസ്, നിങ്ങളിത് ഷെയർ ചെയ്തു, മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്. യെസ്, ഇവിടെ നോക്കേ, ഇൻ എ സർക്കിൾ സെൻറ്റർഡ് അറ്റ് O, ഡയമീറ്റർ AB എസ്റ്റിമേറ്റ് ടു പോയിന്റ് C ഔട്ട്സൈഡ് സർക്കിൾ, CD ടാൻജന്റ് അറ്റ് പോയിന്റ് D ഓൺ സർക്കിൾ, CD എന്നിട്ടുണ്ട്, DBC എന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ഡയമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. സർക്കിളിനകത്ത് എന്താ സംഭവിക്കുന്നത്, സർക്കിളിനകത്ത് ഒരു സർക്കിളാണ്. ഈ സർക്കിളിൽ സെൻറ്റേഡ് അറ്റ് O ആണ്, ഓയിലാണ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഡയമീറ്റർ AB എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ. ഓക്കെ, വേണമെങ്കിൽ സ്ട്രൈറ്റ് ലൈനൊക്കെ ആക്കാം, കുഴപ്പമില്ല. യെസ്, സ്ട്രൈറ്റ് ലൈൻ ആക്കാം. ഡയമീറ്റർ AB എന്ന് പറയുന്നത്, യെസ്, ഡയമീറ്റർ AB ഇസ് എക്സ്റ്റെൻഡ് അറ്റ് എ പോയിന്റ് C ഔട്ട്സൈഡ്. ഓക്കെ, പോയിന്റ് C എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. CD ഇസ് എ ടാൻജന്റ് ആണ് CD എന്ന് പറയുന്നത്. C മുതൽ D വരെ CD എന്ന് പറയുന്നത് എന്താണ്, ഒരു ടാൻജന്റ് ആണ്. CD ഇസ് എ ടാൻജന്റ്. ആംഗിൾ DBC, DB എവിടെയാണ്, ABC. ഓക്കെ, ഇത് A ആണ്, ഇത് B ആണ്. DBC ഈ ആംഗിളാണ്. ഓക്കെ, DBC എന്ന് പറയുന്ന ഈ ആംഗിളാണ് തന്നിട്ടുള്ളത്, 120 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, CD-യുടെ വാല്യൂ വന്നിട്ടുണ്ട് 7√3, ലെങ്ത് ഓഫ് ഡയമീറ്റർ ഓഫ് സർക്കിൾ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 120 ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ്. ഔട്ട്സൈഡ് വരയ്ക്കുന്ന ഈ ഒരു ലെങ്തും ഈ ഒരു ലെങ്ത്, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇത് 7√3 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റേഡിയസ് ആണ്. ഈ ഒരു ലെങ്ത് റേഡിയസ് ആണ്. ഇത് 120 ആയതുകൊണ്ട് ഇത് എത്ര ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആണ്. ഇത് 60 ആയതുകൊണ്ട് ODയും OBയും ഡയമീറ്റർ റേഡിയസ് ആണ്. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റിൽ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് 60, ഇത് എത്ര ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെല്ലാം എന്താണ്, ഈക്വൽ സൈഡ്സ് ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആണ്. യെസ്, CD DBC 120 ആണ്. യെസ്, ഇനി എന്താ ഉള്ളത്, ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്താ, ഇതിൻ്റെ ലെങ്ത് ഓഫ് ഡയമീറ്റർ വേണ്ടുന്നത്. ഇത് 7√3 ആണെങ്കിൽ നമുക്കൊരു കാര്യം, 120 30 ട്രയാങ്കിൾ, 120 30 ട്രയാങ്കിൾ. എന്തുകൊണ്ടാണ് ഇത് 120 30 വരുന്നത്, ഇവിടെ ഈ ഒരു ഡയഗണലും ഇത് ടാൻജൻ്റ് ആണ്. CD എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് ആണ്. ടാൻജൻറ്റും റേഡിയസും തമ്മിലുണ്ടാക്കുന്ന ടോട്ടൽ ആംഗിൾ എത്രയാണ്, 90 ആണ്. ഇത് ഓൾറെഡി 60 നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും, 30 ആയിരിക്കും. 120 30 ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 30 ആയിരിക്കും. 120 30 ട്രയാങ്കിളിൽ 120 ഓപ്പോസിറ്റ് √3 യൂണിറ്റ് ആണെങ്കിൽ 30 ഓപ്പോസിറ്റ് 1. ഇത് നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുന്ന റേഷ്യോ ആണ്. നമ്മൾ 90 60 30 ട്രയാങ്കിൾ പഠിക്കുന്നത് പോലെ പഠിക്കുന്നതാണ്. അപ്പോൾ 120 ഓപ്പോസിറ്റ് 7√3, √3ക്ക് വരാണ് 7√3. അപ്പോൾ 1ന് വരെ എത്രയാണ്, ഇതും 7 ആണ്, ഇതും 7 ആണ്. അതായത് DB എന്ന് പറഞ്ഞാൽ 7 കിട്ടി. അങ്ങനെയാണെങ്കിൽ OB 7 ആയിരിക്കും, OD 7 ആയിരിക്കും. റേഡിയസ് എത്ര കിട്ടി, 7 കിട്ടി. ഡയമീറ്റർ എത്ര കിട്ടും, 7 ഇരട്ടി 14 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ 4 കൊടുക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഫിഗർ വരയ്ക്കുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ.
എക്സിൻ്റെ വാല്യൂ 4+√6 ആൻഡ് വൈയുടെ വാല്യൂ 4-√6. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ CGL മെയിൻസ് 18-ാം തീയതി ചോദിച്ചാൽ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 20-ാം തീയതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ സൊല്യൂഷൻ ഞാൻ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ച ഒരു ഡൗട്ടായിരുന്നു, x² + y² അല്ലേ കണ്ടുപിടിക്കുന്നത്, ഞാൻ കണ്ടുപിടിച്ച 2 × x² + y² അല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ എക്സും വൈയും എന്ന് പറഞ്ഞ ഏതാണ്, എക്സിൻ്റെ വാല്യൂ ആണ് 4+√6, വൈയുടെ വാല്യൂ ആണ് 4-√6. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിലുള്ള അല്ലെങ്കിൽ ഓൾജിബ്ര പഠിച്ചതിലുള്ള പ്രശ്നമാണ്. എവിടെ നിന്നാണ് നിങ്ങൾ ഓൾജിബ്ര പഠിച്ചത്, അപ്പോൾ നിങ്ങൾ പഠിച്ച ആ ഒരു രീതിയിലുള്ള മെത്തേഡിലുള്ള തെറ്റാണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ a+b എന്ന് വരുന്നു, വൈയുടെ വാല്യൂ a-b, അതേ ഫോമില അല്ലേ, എക്ക് വരം 4 ആണ്, ബിക്ക് വരെ √6 ആണ്. അപ്പോൾ x² + y² ഞാൻ ചെയ്യുമ്പോഴേ എന്ത് കിട്ടും, ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്തു ആഡ് ചെയ്തു. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ a+b² a² + b² + 2ab. ആ ഡൗട്ട് വന്നുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പ്ലസ് ഇവിടുത്തെ സ്ക്വയർ ചെയ്യുമ്പോൾ a² + b² - 2ab. അപ്പോൾ എന്തൊക്കെ പോകും, +2ab - 2ab പോയി, a²ഉം a²ഉം b²ഉം b²ഉം 2 × a² + b² കിട്ടും. അപ്പോൾ നമ്മളിവിടെ x² + y² തന്നെയാണ് ചെയ്യുന്നത്. x² + y² എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ a+b² + a-b² എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × ആ 2 ആണ് ഈ കിടക്കുന്നത്, ഈ 2 ആണ് ഇവിടെ എഴുതിയത്, അല്ലാതെ 2 × a² + y² അല്ല കണ്ടുപിടിച്ചിരുന്നത്. അത് മനസ്സിലാക്കുക. 2 × a², എക്ക് വരെ അതാണ് ഫസ്റ്റ് ടൈം, അതിൻ്റെ സ്ക്വയർ 16 അധികം √6, b ആണ് √6, അതിൻ്റെ സ്ക്വയർ എത്രയാണ് 6. അപ്പോൾ 16 22ൻ്റെ ഇരട്ടി 44. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് ഇതേപോലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡേറ്റ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു 2 × x² + y² അല്ലേ കണ്ടുപിടിക്കുന്നത്, 2 × x² + y² അല്ല കണ്ടുപിടിക്കുന്നത്, x² + y² തന്നെയാണ് കണ്ടുപിടിക്കുന്നത്, 2 × a² + b². പിന്നെ a എന്നും b എന്നും എടുത്താൽ 2 × a² + b². ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചതുകൊണ്ടാണ് ആ പുള്ളിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പെൻ ഫ്രീ ക്വസ്റ്റ്യൻ 2 ആണ്. ഓക്കെ, യെസ്. അടുത്ത cos 27 തന്നിട്ടുണ്ട്, p/q. ഫൈൻഡ് ദ വാല്യൂ ഓഫ് cosec 27 ഉം cos 63. ഇപ്പോൾ cos 63 കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം, sin 27 ആണിത്. ഇത് p/q ആണ്. അങ്ങനെയാണെങ്കിൽ sin 27 എന്ത് വരും, q ഹൈപ്പോട്ടൻസ് ആണ്, ഇത് ബേസ് ആണ്, പെർപെൻഡിക്കുലർ എന്ത് വരും, √q² - p² എന്ന് വരും. ഓക്കെ, ഇനി കൊസീക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ്, q/√q² - p² എന്ന് വരും. ഇത് മൈനസ് ആണ്. അടിയിൽ വരുന്നതെന്ന് q × √q² - p², q × √q² - p², q × √q² - p². ഇത് p × ആണ്, അപ്പോൾ ഇതല്ല p × ആണ്, ഇതല്ല. അപ്പോൾ 1 2 ആണ് ആൻസർ. മേളിൽ എന്ത് വരും, q² - പിന്നെ റൂട്ട് മാറ്റുമ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് മാറും, -q² വരും, ഇവിടെ മൈനസും പ്ലസ് p² വരും. p² ഡിവൈഡ് ബൈ ഇത് വെട്ടിപ്പോയി, p² ഡിവൈഡ് ബൈ q × √q² - p². ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഇതും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഈ 6 ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു. ആവറേജ് ഫസ്റ്റ് 92, ഈവൻ, നാച്ചുറൽ എന്ന് വന്നില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാവർക്കും കിട്ടും. 93. n × n+1 ആണ് ടോട്ടൽ സമ്മ്, ഡിവൈഡ് ബൈ n ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് കിട്ടും. n+1 ആണ് ഫസ്റ്റ് n നാച്ചുറൽ ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്, ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറയുന്നു. അപ്പോൾ സെറ്റിന് എന്ത് ചെയ്യുക, 0 കൊടുക്കുക. സെറ്റിന് 0 കൊടുക്കുന്ന സമയത്ത് ഇത് പെൻ ഫ്രീ ആണ്, ഇത് പെൻ ഫ്രീ ആണ്, മൂന്നാമത്തെ തന്നു അല്ലേ, പെൻ ഫ്രീ മൂന്നാമത്തെയാണ്, ഇത് പെൻ ഫ്രീ ആണ്. ഈ സെറ്റിന് 0 കൊടുക്കുക. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നായിരുന്നു, നാലാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. സെറ്റിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാം 0 ആയിപ്പോയി. 7y², 49, ഇവിടെ 25, 49 25 എത്രയാണ്, 74 വരണം. വൈയുടെ വാല്യൂ ഒന്നിനുള്ള ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ 4 ഉള്ളൂ. പെൻ ഫ്രീ 4 വന്നു. അടുത്ത PQR റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, റൈറ്റ് ആംഗിൾ അറ്റ് R എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് ചെയ്തത്, റൈറ്റ് ആംഗിൾ ആയിട്ടുള്ളത്. ഓക്കെ, കുറച്ച് നല്ലോണം വേണമെങ്കിൽ വരയ്ക്കാം. യെസ്, PQR റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. യെസ്, ഓക്കെ, PQR റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. എവിടെയാണ്, ആറിലാണ് റൈറ്റ് ആംഗിൾ, PQR. ലെറ്റ് PQ 29 ആണ്, QR 21 ആണ്. ഇത് എത്രയായിരിക്കും, 20 ആയിരിക്കും. 20 29 21 20 21 29 ട്രിപ്പറ്റാണ്. ഇത് തീറ്റ ആണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos² തീറ്റ. cos² തീറ്റ എന്ന് പറയുമ്പോൾ 21ൻ്റെ സ്ക്വയർ 441 ഡിവൈഡ് ബൈ യെസ്, ഫുള്ള് സ്ക്വയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല, നോക്കാം. 441 ഡിവൈഡ് ബൈ 29ൻ്റെ സ്ക്വയർ മൈനസ് sin² തീറ്റ. sin² തീറ്റ എന്ന് പറയുമ്പോൾ 20ൻ്റെ സ്ക്വയർ 400 ഡിവൈഡ് ബൈ 29ൻ്റെ സ്ക്വയർ. ഓക്കെ, p/h ഉം b/h ഉം. അപ്പോൾ 441 - 400 41 ഡിവൈഡ് ബൈ 29ൻ്റെ സ്ക്വയർ 841 41 ബൈ 841. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇതിനെ സിംപ്ലിഫൈ, നേരത്തെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ a⁻1 വരും അല്ലേ, 5/4. a⁻m a⁻n എന്ന് പറഞ്ഞാൽ a⁻m-n ആണ്. a⁻1 വരുന്ന ഒരു ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ ബി, പെൻ ഫ്രീ ക്വസ്റ്റ്യൻ 5. നെക്സ്റ്റ്
വിച്ച് നമ്പർ എമൗണ്ട് ഇത് ഡിവിസിബിൾ ബൈ 24 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് 8 കൊണ്ട് ആയിരിക്കണം. 8 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നോക്കാം. ഇത് 8 കൊണ്ടാണോ? ലാസ്റ്റ് 3 ഡിജിറ്റോ 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 1 38 അല്ല, 8 കൊണ്ട് 1 41 അല്ല, 8 കൊണ്ട് ഒരിക്കലും അല്ല, 2 കൊണ്ട് മൾട്ടിപ്പിൾ ആയാലും 8 കൊണ്ട് ആവത്തുള്ളൂ. ഇത് നോക്കാം. ഇതല്ലെങ്കിൽ പിന്നെ ഇതായിരിക്കും ആൻസർ. കഴിഞ്ഞു. പെൻ ഫ്രീ 6 നോക്കിയാൽ മതി. 48 അത് പെൻ ഫ്രീ 6. 11 ക്വസ്റ്റിന് 6 എന്നാണ് പെൻ എടുക്കാതെ ചെയ്യാവുന്ന ക്വസ്റ്റിനാണ്. നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ആരെങ്കിലും പെൻ എടുക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺഫിഡൻസിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. പിയും ക്യൂവും 400 മീറ്റർ റേസിലാണ് പോകുന്നത്. പിയുടെ സ്പീഡ് തന്നിട്ടുണ്ട് 12 km/h. പി ഗീവ്സ് ക്യൂ എ സ്റ്റാർട്ട് ഓഫ് 20 മീറ്റർ ആൻഡ് സ്റ്റിൽ ബീറ്റ്സ് ഹിം ബൈ 13 സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂവിന് പിയേക്കാൾ 20 മീറ്റർ കുറച്ച് ഓടിയാൽ മതി, എന്നിട്ടും ക്യൂ എന്ത് ചെയ്യുന്നു? പിയേക്കാളും 13 സെക്കൻഡ് കൂടുതൽ എടുക്കുന്നു. അപ്പോൾ 13 സെക്കൻഡ് കൂടുതൽ എടുക്കുന്നു അറിയാൻ സ്പീഡ് ഓഫ് ക്യൂ ആണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആ ഒരു പി എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ആ ഓടാൻ പി എടുക്കുന്ന സമയമെങ്കിലും നമുക്ക് വേണം. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? പിയുടെ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 400 മീറ്റർ ആണ് ടോട്ടൽ, ഡിവൈഡഡ് ബൈ ആ ഒരു സ്പീഡ് 12 km/h മീറ്റർ പെർ സെക്കൻഡ് 5/18 ആണ്. 18 മേലെ പോട്ടെ, 6 വെച്ച് കിട്ടുമ്പോൾ 2 ഇത് km/h. 2 ഇവിടെ 3 യെസ്, ഇവിടെ വേറെ എന്തുണ്ട് അല്ലേ? 6 2 ആണ്. ഓക്കെ, ഇവിടെ 3 ഇവിടെ 2. ഓക്കെ, ഇവിടെ 2 10 പോവും. ഓക്കെ, അപ്പം 40 × 3 120 കിലോമീറ്റർ, 120 സെക്കൻഡ് ആണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ ആണ്, ഇത് km/h ആണ്. അപ്പോൾ താഴെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നു, മീറ്റർ പോയി സെക്കൻഡ് കിട്ടും. 120 സെക്കൻഡ് എടുക്കുന്നു പിക്ക് ആ ദൂരം ഓടാൻ. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്താ? സ്പീഡ് ഓഫ് ക്യൂ. അപ്പോൾ ക്യൂവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ക്യൂ ഓടുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ 400 മീറ്റർ ആണോ ഓടുന്നതല്ല, 400 മീറ്റർ ഓടേണ്ട ആവശ്യമില്ല. 400 നിന്ന് 20, കാര്യം മുന്നിൽ നിൽക്കുക, 20 മീറ്റർ മുന്നിൽ നിൽക്കുക. അപ്പോൾ ക്യൂവിന് 380 മീറ്റർ ഓടിയാൽ മതി. സമയം എത്ര എടുക്കും? 120 സെക്കൻഡാണോ എടുക്കുന്നതല്ല, പിയേക്കാളും 13 സെക്കൻഡ് കൂടുതൽ എടുക്കും. 133 സെക്കൻഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് മീറ്റർ പെർ സെക്കൻഡിലെ വാല്യൂ ആണ്. നമുക്ക് എന്ത് വേണം? km/h വാല്യൂ ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് km/h ആക്കാൻ 3.6 കൊണ്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം? ഓക്കെ, മേളിലും താഴെ 2 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് 10 ആയി. ഇത് പോയി 19 × 2 19 × 7 ആണിത്. ഇത് പോയി 10 പോയി. ഇനി എന്താ ഉള്ളത്? 18 × 4 72/7. അതായത് 10 10 വരുന്ന ഒരു ഓപ്ഷൻ ഉള്ളൂ. 10 2/7 10.29 km/h. നല്ല ക്വസ്റ്റനാണ്, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണ്, വലിയ പ്രശ്നമൊന്നുമുള്ള ക്വസ്റ്റൻ അല്ല. അടുത്ത റേഷ്യോ ഓഫ് ഏജസ് ഓഫ് 2 ഫ്രണ്ട്സ് 4:3 ആണ്. 6:5 ആവും ആഫ്റ്റർ 4 years. ഡിഫറൻസ് 1 ആണ്. അപ്പോൾ ഇത്ര കൂടുന്ന റേഷ്യോയിൽ 4 നിന്ന് 6 ആവാൻ 2 ആകുന്നു. 2 യൂണിറ്റ് റേഷ്യോയിൽ 4 ഇയർ ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 വർഷമാണ്. അടുത്ത സം ഓഫ് ഏജ് 22 years ഫ്രം നൗ. ഇപ്പോഴത്തെ സം ഓഫ് ഏജ് എത്രയാണ്? 4 3 7 യൂണിറ്റ്. 1 യൂണിറ്റ് 2 വർഷമാണെങ്കിൽ 7 യൂണിറ്റ് എത്രയാണ്? 14 വർഷമാണ്. ഇപ്പോഴത്തെ സംഭവം 14 വർഷമാണ്, 16 ഇയേഴ്സ് ആണ്. 22 വർഷം കഴിയുമ്പോൾ രണ്ടുപേർക്കും എന്ത് ചെയ്യും? 22 വയസ്സ് വെച്ച് കൂടും. അതായത് 47 വയസ്സ് കൂടും. 14 കൂടെ 47 കൂടി 58 വയസ്സാവുന്നവർക്ക് 22 വർഷം കഴിഞ്ഞ്. വേണമെങ്കിൽ പെൻ ഫ്രീ ആയിട്ട് കൂട്ടാൻ, ഞാൻ കൂട്ടുന്നില്ല. പെൻ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. സൈൻ എ തന്നിട്ടുണ്ട്. കോസ് എ - 2 tan a sin a + 3 tan. കോസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 12 13 ആണ് റിപ്ലറ്റ്. കോസ് എ 12/13 -2 × tan a എന്ന് പറഞ്ഞാൽ സൈൻ വരുന്നത് 5/12 ഡിവൈഡ് ബൈ സൈൻ എ. സൈൻ എത്രയായിരുന്നു? 5/13 5/13 + 3 × tan a 5/12. അടിയിൽ 13 × 12 13 × 12 എന്തായിക്കോളും? ക്യാൻസൽ ആയി പൊക്കോളും. മേളിൽ എന്ത് വരും? 147 - 130. 14 വരും മേളിൽ. 14 മേളിൽ വരുന്ന ഓപ്ഷൻ ഉണ്ട്. 14 വേണം, അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ വേണം. ഒന്നെങ്കിൽ 14 അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പോൾ 7നെ അല്ലെങ്കിൽ 14നെ വെച്ച് വെട്ടിപ്പോകുന്നു. കാരണം ഇതിൽ നിന്ന് വെട്ടിയാണ് ഇത് വന്നിട്ടുള്ളത്. ഒരിക്കലും 11 14 വരത്തില്ല, 13 14 വരത്തില്ല, 12 14 വരത്തില്ല. ഒറ്റ വാല്യൂ ഉള്ളൂ 7ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 14ന്റെ മൾട്ടിപ്പിൾ ഉള്ളത്. ഓപ്ഷൻ 4 വളരെ ഈസി അടിച്ച്. 1/, ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഫുള്ളായിട്ട് 14 വെട്ടിപ്പോകുമെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു പരിപാടിയില്ല. 2/, ഇല്ല. എല്ലാം 11 12 13 ആണ്. ഓപ്ഷൻ കണ്ടോ? ഓപ്ഷൻ നോക്കിയാണ് നമ്മൾ, ബാക്കി കാൽക്കുലേഷൻ ഞാൻ ചെയ്തില്ല. ഇത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് സമയം ലാഭിച്ച് റീസണിങ്ങോടെ ഫുള്ള് എഴുതാൻ പറ്റുന്നത്. ഈ മാൻസൽ അപ്പോൾ കുറേ പേര് കണ്ടാണ് 90 എഴുതി, അല്ലെങ്കിൽ 90 മാർക്ക് മാത്സിന് വാങ്ങിയ ആൾക്കാരെ കണ്ടാണ്. അവരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എ മാൻ സെൽസ് എ മൊബൈൽ ഫോൺ ഇത്രയും 680, ലൂസസ് സംതിങ്, കുറച്ച് പൈസ കുറയുന്നു. ഹാർഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ 1070. അപ്പോൾ എത്ര കൂട്ടിയിരിക്കുന്നത്? 20 കൂട്ടി 700, ബാക്കി 370. 370 390 കൂട്ടിയിരുന്നെങ്കിൽ ഗെയിൻ വുഡ് ഹാവ് ബീൻ ഡബിൾ ദ ഫോർമൽ ലോസ്. നേരത്തെ ലോസ് 1 ആയിരുന്നെങ്കിൽ ഗെയിൻ 2 ആണ്. ആ ഗ്യാപ്പാണ് 390. 2 1 3 യൂണിറ്റാണ് നമുക്ക് 390 അല്ലേ? ആ ഗ്യാപ്പ് ലോസിൽ നിന്നും കോസ്റ്റ് പ്രൈസിലോട്ട് വരുന്നു, പിന്നെ പ്രോഫിറ്റിലോട്ട് വന്നു. 1:2 ആണ് റേഷ്യോ. ടോട്ടൽ 3ന്റെ വാല്യൂ ആണ് 390. നമുക്ക് 1 കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? 130. അതാണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 680ൻ്റെ കൂടെ സെല്ലിംഗ് പ്രൈസിൻ്റെ കൂടെ ലോസ് കൂടെ കൂട്ടുക. 680ൻ്റെ കൂടെ ഈ ഒരു യൂണിറ്റ് കൂടെ കൂട്ടി അതായിരിക്കും കോസ്റ്റ് പ്രൈസ്.
680, 130, 810. വളരെ സിമ്പിൾ. പെൻ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. പെൻ ഫ്രീ എത്ര ആയിരുന്നു ഇത്? നമ്മൾ 6 ആയിരുന്നു. പെൻ ഫ്രീ 7 ആയിരുന്നു അല്ലേ നേരത്തെ ഉള്ളത്? 6 ആയിരുന്നു. ഇത് 7ാമത്തെ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. യെസ്, പെൻ ഫ്രീ നമ്പർ 7. അടുത്ത് ഡയമീറ്റർ ഓഫ് ബേസ് ഓഫ് കോൺ ഇതാണ്, കർവ്ഡ് സർഫസ് ഏരിയ ഇതാണ്, വോളിയം. അപ്പം ഇവിടെ അപ്രോക്സിമേറ്റഡ് ഒന്നും അല്ല, കാണുമ്പോൾ തന്നെ അറിയാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 22/π വോളിയം എന്ന് പറഞ്ഞാൽ പൈ r² h ആണ്. അപ്പോൾ ഈ ആറിനകത്ത് നമ്മുടെ ഈ 7നെ വെട്ടിക്കളഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെ അപ്രോക്സിമേറ്റഡ് വാല്യൂ വരുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വാല്യൂ അപ്രോക്സിമേറ്റഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞത്? കാര്യം നമ്മുടെ ഇവിടെ ഉണ്ട്, നമ്മുടെ ഈ ഒരു ഡയമീറ്ററിനകത്ത് അല്ലെങ്കിൽ റേഡിയസിനകത്ത് ആരുണ്ട്? 7 ഉണ്ട്. 56 എന്ന് പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഈ അടിയിലത്തുള്ള 7നെ ആരെങ്കിലും ഒരാൾ വെട്ടിക്കളഞ്ഞാൽ ഇതെന്ത് വരത്തില്ല? ഒരിക്കലും അപ്രോക്സിമേറ്റഡ് ആൻസർ വരത്തില്ല. നമ്മുടെ ആൻസർ എന്തല്ല? അപ്രോക്സിമേറ്റഡ് അല്ലെന്ന് ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വോളിയം കാണുമ്പോൾ തന്നെ പൈ ഉണ്ടെന്നും പറഞ്ഞ് കയറി 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുക അല്ല വേണ്ടുന്നത്. അപ്പോൾ ഈ പൈ ഉണ്ടെങ്കിലും അടിയിലുള്ള 7നെ വെട്ടിക്കളയാൻ പ്രാപ്തനായിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടോ? അത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലായി? ഈ റേഡിയസ് നിന്ന് മനസ്സിലായി. അപ്പോൾ ഹൈറ്റ് എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഹൈറ്റ് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നത്. ഇത് ചെയ്ത് കർവ്ഡ് സർഫസ് ഏരിയ 2πRh ഒക്കെ ചെയ്ത് അതിനകത്ത് ഈ ആറിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്ത് h കണ്ടുപിടിച്ച് അതിവിടെ വന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരാളും ഇത് മനസ്സിലാക്കി ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് നോക്കി 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുന്നു. 3 2 1 3 7 11ന്റെ മൾട്ടിപ്പിൾ അല്ല, ഡിഫറൻസ് എടുക്കുക. 6 7 11 ഡിഫറൻസ് 4 ഇതല്ല. 10 11 11 ഡിഫറൻസ് 0 ആണ്, 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 11ന്റെ മൾട്ടിപ്പിൾ ആകാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4 1 5 ഇത് 14 14 5 9 11ന്റെ മൾട്ടിപ്പിൾ അല്ല, ഒറ്റ ഒരു 11ന്റെ മൾട്ടിപ്പിളേ ഉള്ളൂ. അതായിരിക്കും ആൻസർ. ഈ അടിയിലത്തുള്ള 7 വെട്ടിപ്പോകണം. 7 വെട്ടിപ്പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും? ആൻസർ അപ്രോക്സിമേറ്റ് ആവും. ഇതാണ് കളി എന്ന് പറയുന്നത്. യെസ്, A and B are two events such that, അല്ലെങ്കിൽ അവർ പറയും 2 ഡെസിമൽ പ്ലേസിൽ അപ്രോക്സിമേറ്റ് ആണ്. 2 events ഇതാണ്. അപ്പോൾ പ്രോബിലിറ്റി കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ 3 ക്ലാസ്സിൽ ഞാൻ വേണ്ടുന്ന പ്രോബിലിറ്റി, നിങ്ങൾ പല സ്ഥലത്തും പ്രോബിലിറ്റിയുടെ ക്ലാസ്സുകൾ കണ്ടാണ്. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ സെപ്പറേറ്റ് 2 ക്ലാസ് ആയിട്ട് പെർമ്യൂട്ടേഷനൊക്കെ ചെയ്ത ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഹിന്ദി ചാനലിലൊക്കെ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെയാണ് പഠിപ്പിച്ചു വിടുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ തന്ന ആ ഒരു 3 ക്ലാസ്, പ്രോബിലിറ്റിയുടെ 3 ക്ലാസ് നിങ്ങൾ അടുത്ത CGL മെയിൻസ് പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ CHSൽ പഠിക്കുന്നവരാണെങ്കിൽ, ഗ്രൂപ്പ് ഡി പഠിക്കുന്നവരാണെങ്കിൽ, NDBS പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ കംപ്ലീറ്റ് ആക്കിക്കോളാം. പ്രോബിലിറ്റിയുടെ 3 ക്ലാസ് അത് മാത്രം മതി. എന്നിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണ്, ഡിപെൻഡൻറ്റ് എന്താണ്, എല്ലാം. അപ്പോൾ ഇവിടെ 2 ഇവൻ്റ് ഉണ്ട്. P of A യൂണിയൻ B എന്നിട്ടുണ്ട്, P of A ഇൻ്റർസെക്ഷൻ B ഉണ്ട്, P of B ഉണ്ട്. ദെൻ എയും ബിയും എങ്ങനത്തുള്ള ഇവൻ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്കൊരു ഫോമുല ഉണ്ട്. P of A യൂണിയൻ B = P of A + P of B - P of A ഇൻ്റർസെക്ഷൻ B. ഇതൊക്കെ ഞാൻ ആ ഒരു ക്ലാസ്സിൽ മാഗ്നമെൻ്ററിലെ പ്രോബിലിറ്റി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് P of A കണ്ടുപിടിക്കാം. P of A എന്ന് പറഞ്ഞാൽ എന്താണ്? P of A യൂണിയൻ B 3/4 - 1/2. 1/2നെ ഞാൻ 2/5 എന്ന് എഴുതുന്നു. മൈനസ് P of A ഇൻ്റർസെക്ഷൻ B ആണ്. ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും 1/4. എന്ത് കിട്ടും? 3 4 - 2 2/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1/2. അപ്പോൾ P of A 1/2 കിട്ടി, P of B 1/2 കിട്ടി. എന്ത് പറയാം ഇവിടെ? P of A × P of B = 1/2 × 1/2 1/4 എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് P of A ഇൻ്റർസെക്ഷൻ B. അപ്പോൾ P of A × P of B = P of A ഇൻ്റർസെക്ഷൻ B ആണെങ്കിൽ ഈ 2 ഇവൻറ്റ്സ് എന്തായിരിക്കും? മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ P of A ഇൻ്റർസെക്ഷൻ Bക്ക് ഒരു വാല്യൂ ഉണ്ട്. P of A ഇൻ്റർസെക്ഷൻ B അവിടെ ഉണ്ടെങ്കിൽ അതിന് കോമൺ ആയിട്ടൊരു വാല്യൂ ഉണ്ട്. കോമൺ ആയിട്ട് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ എന്താണ്? അത് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. രണ്ടിലും കോമൺ ആയിട്ടൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതെന്തല്ല? മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. അതിന് കോമൺ ആയിട്ടൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ 2 ആൻസറും ഇതിന് വരാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഇവിടെ കാണില്ലായിരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ചലഞ്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ചലഞ്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. P of A × P of B = P of A × P of B ആണെങ്കിൽ, P of A × P of B = P of A ഇൻ്റർസെക്ഷൻ B ആണെങ്കിൽ നമുക്ക് പറയാം ഇവൻറ്റ്സ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. അതൊക്കെ ഞാൻ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം? ആണെങ്കിൽ ചലഞ്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത് ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡേറ്റ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ എവിടെ വന്നിട്ടുണ്ട്? 18-ാം തീയതി വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അനാലിസിസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇമ്പാക്റ്റ് കുറഞ്ഞു. അല്ലെങ്കിൽ അനാലിസിസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫില്ല് ഇതെല്ലാം എന്ത് ചെയ്യുന്നതിനെ പഠിച്ചിട്ട് പോയത്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. നമ്മളുടെ അത്രയും പഠിക്കുന്ന എഫേർട്ടിനെ എന്ത് ചെയ്യും? കളയുന്ന ഒരു പരിപാടിയാണ് ഈ അനാലിസിസ് എന്ന് പറയുന്നത്. അത് നിർത്തലാക്കിയത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. ഓക്കെ, അത് അനാലിസിസ് എന്ന് പറയുന്ന പരിപാടി എനിക്ക് തോന്നുന്നില്ല. ഇത് 18-ാം തീയതി കഴിഞ്ഞപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ആരും പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ കുറച്ച് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ സിലബസിലുള്ളതാണ്. ക്ലാസ് ഇൻ്റർവെൽ ഇതാണെങ്കിൽ ഫ്രീക്വൻസി ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? മീഡിയൻ വേണം. അപ്പോൾ ഇവിടെ നോക്കാം. നമുക്ക് ആദ്യം മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 9 16 9 25, ഇത് 40, ഇത് 30 40 9 25 25 24 49 49 15 64 64 68. ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മുടെ മീഡിയം ക്ലാസ് കണ്ടുപിടിക്കണം. അപ്പോൾ 68
68/2 68 + 1/2 അല്ലെങ്കിൽ 68/2 34 വരുന്ന ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ 34 എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ്? 1 2 3 ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഓക്കെ 25 24 49 ഈ മൂന്നാമത്തെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ. 34 വരുന്നത് എവിടെയാണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെയാണെന്ന് നോക്കണം. 9 വരെ ഉള്ളൂ, ഇവിടെ 25 വരെ ഉള്ളൂ, ഇവിടെയാണ് ഈ ഒരു റേഞ്ചിലാണ് 49 ഇതിനകത്ത് വിടും 34 എന്ന് പറയുന്നത്. അതായത് മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മളുടെ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മീഡിയം ക്ലാസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത്. എത്രാമത്തെ? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, ഇതാണ് നമ്മുടെ മീഡിയം ക്ലാസ്. അപ്പോൾ നമ്മുടെ മീഡിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മീഡിയം ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 40 അധികം 40 കൂടുതലായിരിക്കും ആൻസർ. ഇനി n/2 n എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ ഫ്രീക്വൻസി, അതിനെയാണ് n എന്ന് പറയുന്നത്. 68 ആണ്. 68/2 അതാണ് 34 മൈനസ് തൊട്ട് മുമ്പത്തുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതായത് ഇതിന് തൊട്ട് മുമ്പത്തുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 49 തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 25. കഴിഞ്ഞ ക്ലാസ്സിലും ഫോമുല എഴുതിയാണ്, ഫോമുല ഫുള്ളായിട്ട് എഴുതിയാണ്. ഡിവൈഡ് ബൈ ആ ഒരു ഫ്രീക്വൻസി ആ ഒരു സമയത്ത് ഈ മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 24 മൂന്നാമത്തെ ബൈ 24 ഇൻറ്റു ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് 20. നമുക്ക് എന്ത് കിട്ടും? 5 ചുറ്റുമ്പോൾ 4 ചുറ്റുമ്പോൾ ഇവിടെ 5, 4 ചുറ്റുമ്പോൾ ഇവിടെ 6, ഇത് 37 മൈനസ് 25 9 9നെ നമുക്ക് 3 ചുറ്റുമ്പോൾ ഇവിടെ 3 വന്നു, ഇവിടെ നമുക്ക് 2 വന്നു, 15/2 7.5 ഓക്കെ. അപ്പോൾ 40 7.5 47 ആയിരിക്കും നമ്മളുടെ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അനാലിസിസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഈ ക്വസ്റ്റിനൊക്കെ കട്ട ബോണസ് ആയി പോകാൻ. ഓക്കെ, എന്നാലും കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 years ago പോപ്പുലേഷൻ ഓഫ് ടൗൺ ഇത്രയായിരുന്നു. അത് വായിക്കാൻ പോലും നിൽക്കേണ്ട. മൈഗ്രേഷൻ ടു ബിഗ് സിറ്റീസ് ഡിക്രീസസ് എവറി ഇയർ അറ്റ് ദ റേറ്റ് ഓഫ് 8% പ്രസൻറ്റ് പോപ്പുലേഷൻ. അപ്പോൾ ഇത് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസം മാത്രം എടുക്കാം. 9 നോക്കണ്ട, 12 7 19 5 24 6 ഡിസം. ഇത് എന്ത് ചെയ്തു? ഇത് ഡിസം മാത്രമേ എടുക്കുന്നുള്ളൂ. ഡിക്രീസ് എവറി ഇയർ അറ്റ് ദ റേറ്റ് ഓഫ് 8%. 8% പറഞ്ഞാൽ 8% എന്ന് പറഞ്ഞാൽ 2/25 അല്ലെങ്കിൽ 92 എത്രയിൽ? 100. ഇപ്പോൾ 92/100 × 92/100 ഡിസം എടുക്കുമ്പോൾ 2 × 2 4. അപ്പോൾ 6 4 24 ഡിസം എത്രയാണ്? ഫൈനൽ ഡിസം 24 ഡിസം 6 വരും. 6 വരും നോക്ക്. 7 2 9 നോക്കണ്ട, 8 1 9 വേണ്ട. 8 3 11 2 15 2 10 8 11 13 2 15 6 വരുന്നത്. 9 നോക്കണ്ട, 6 2 7 1 8 ഇതെല്ലാം 13 16 18 9 ഇതെല്ലാം ഡിസം വരുന്ന. ഡിസം 6 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഇതിനെ പെൻ ഫ്രീ ആയിട്ട് എടുക്കാമെന്ന് പറയാം. ഇതാണ് ഡിസം ഒക്കെ ആവശ്യമുണ്ട്, പല സ്ഥലത്തും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഡിസം എന്നൊക്കെ പറഞ്ഞു. ആദ്യം DA ടുഗദർ ഇത്രയും പൈസ ഉണ്ട്. 3/10 ഓഫ് ആദ്യ എമൗണ്ട് ഈക്വൽ ടു 3/5. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 6/10 എന്ന് എഴുതാം ഓഫ് ഡിയുടെ എമൗണ്ട്. അപ്പോൾ ആദ്യം Dയുടെ റേഷ്യോ എന്ത് കിട്ടും? അതിന് Dയുടെ റേഷ്യോ ആദ്യയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ Dയുടെ കൂടെ കിടക്കുന്നത് എത്രയാണ്? 6 10 രണ്ടിടത്തും എന്താണ്? സെയിം ആണ്. Dയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആദ്യയുടെ കൂടെ കിടക്കുന്നത്. അല്ലെങ്കിൽ 3/10 ഓഫ് A ഈക്വൽ ടു 6/10 ഓഫ് D എന്ന് എഴുതിയിട്ട് A/D കണ്ടുപിടിക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടും? 6/3 എന്ന് കിട്ടും, അല്ലെങ്കിൽ 2:1 എന്ന് കിട്ടും. ടോട്ടൽ 2:1 ഡിവൈഡ് ചെയ്യുന്നത് 3ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ക്ലാസ് ബേസിക് ക്ലാസ് മുതൽ റെയിൽവേയുടെ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്, അതെടുത്ത് കാണാം. 3ൻ്റെ വാല്യൂ ആണ് ഇത്. നമുക്ക് എന്ത് വേണം? ദിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 യൂണിറ്റ് ആണ്. 3ൻ്റെ വാല്യൂ ഇതാണെങ്കിൽ 1ൻ്റെ വാല്യൂ 147 0/3 നമുക്ക് എന്ത് കിട്ടും? 48 1 0 480 ആയിരിക്കും ആർക്കുള്ളത്? ദിയുടെ കയ്യിലുള്ളത്. പെൻ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ പറയാം. LCM കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും? ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ തന്നിട്ടുണ്ടെങ്കിൽ LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. എല്ലാ വാല്യൂസും വേണം. 2 ഉണ്ടെങ്കിൽ 2 9 13 എല്ലാം വേണം. ഹയസ്റ്റ് ഫാക്ടർ ആയിരിക്കണം എഴുതുന്നുണ്ട്. നമ്മുടെ ഇതിനകത്തുള്ള 2ൻ്റെ ഹയസ്റ്റ് ഫാക്ടർ ഏതാ? 2ൻ്റെ ക്യൂബാണ്. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് LCMനകത്ത് 2ൻ്റെ ക്യൂബ് ഉണ്ടെങ്കിലേ പറ്റും. ഇത് 2ൻ്റെ ക്യൂബ് ഉണ്ട്, ഇതിൻ്റെ 2ൻ്റെ സ്ക്വയർ ആയതല്ല, 2ൻ്റെ സ്ക്വയർ ആയതല്ല, ഇതിന് 2ൻ്റെ ക്യൂബ് ഉണ്ട്. ഇനി 9ൻ്റെ സ്ക്വയർ ഉണ്ട്, ഇവിടെ 9 ഇല്ല, ഇവിടെ 9ൻ്റെ ക്യൂബ് ഉണ്ട്. നമ്മുടെ LCMനകത്ത് 9ൻ്റെ ക്യൂബ് വന്നേ പറ്റും. ഇവിടെ 2ൻ്റെ ക്യൂബ് ഉള്ളിടത്ത് ഇവിടെ 9ൻ്റെ സ്ക്വയർ ആണ്. ഇതുവല്ല ആൻസർ ഓപ്ഷൻ എന്ത് ചെയ്യാൻ കൊടുക്കാം? പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. ഫ്രീ ക്വസ്റ്റ്യൻ എനിക്കറിയാം എത്ര നമ്പർ എന്ന് അറിയാൻ വയ്യ. പെൻ ഫ്രീ ക്വസ്റ്റ്യൻ 7 8 എന്തോ ആയി. 8 കിലോഗ്രാം ഓഫ് മെയ്സ് കോസ്റ്റിംഗ് 51 per kilogram mixed with 9 kilogram maize costing 68 per kilogram average price. അപ്പോൾ 8 കിലോ ഉണ്ട് 51, 9 കിലോ ഉണ്ട് 68. ഈ ഒരു കാര്യം നോക്കിയാൽ മതി. ഈ ഒരു ഗ്യാപ്പ് തന്നെയാണ് 8 9 17. ഈ ഗ്യാപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഇത് 8 ആയിരിക്കും, ഇത് എന്തായിരിക്കും? 9 ആയിരിക്കും. റേഷ്യോ ഒന്നുമല്ല. അപ്പോൾ 51 നിന്ന് ഒന്നുകിൽ 9 കൂട്ടുക, അല്ലെങ്കിൽ 68 നിന്ന് 8 കുറയ്ക്കും. അത് എത്രയായിരിക്കും? 60 per kilogram ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 8 × 51 അധികം വെയിറ്റഡ് ആവറേജ് 9 × 68 ഡിവൈഡ് ബൈ 8 9 17. ഇത് ചെയ്താലും നിങ്ങൾക്ക് 60 കിട്ടത്തുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം? ഈ ഒരു ഐഡിയ മനസ്സിലാക്കാം. 8 9 17 ആണ്. ഈ ഡിഫറൻസ് എത്രയാണ്? 17. അങ്ങനെയാണെങ്കിൽ നമ്മൾ അലിഗേഷൻ ആയിരിക്കും ബെസ്റ്റ് എന്ന്. യെസ്, അപ്പോൾ അതിൻ്റെ സിമ്പിൾ ടെസ്റ്റ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 2000 6.5. ഇതേ ക്വസ്റ്റ്യൻ മറ്റേടത്തും ഉണ്ടായിരുന്നു, സെയിം ടൈപ്പ്.
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പീരീഡ് എത്രയാണ് ഇതാണ് 13 ഫെബ്രുവരിയിൽ നിന്ന് ഫെബ്രുവരി എത്ര ദിവസമുണ്ട് 28 അപ്പോൾ 15 ദിവസം മാർച്ച് 31 ദിവസം ഏപ്രിൽ 27 ദിവസം എല്ലാം കൂടുമ്പോൾ 73 പറഞ്ഞാൽ 365/5 ആണ് അല്ലെങ്കിൽ 1/5 ഇയർ ആണ് 1/5 ഇൻറ്റു 6.5 ഇൻറ്റു ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ 65 13 മൾട്ടിപ്പിൾ ആൻസർ ചെയ്തുകൊണ്ട് ഓപ്ഷൻ 3 13 മൾട്ടിപ്പിൾ ഈ ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് സിമിലർനെസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു ഇയേഴ്സ് ഇത് ചെയ്യുമ്പോൾ 6 അതെന്തുണ്ട് 13 ഉണ്ട് ആൻസർ എന്താണ് 13ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും പക്ഷേ അതുകൊണ്ട് ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ ടേബിൾ സെയിം ചെയ്തതാണ് ഏജ് ഓഫ് സം സ്റ്റുഡൻസ് ഇത്രയാണ് മീഡിയൻ ഏജ് മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികളുണ്ട് 1 2 3 4 5 6 7 8 10 പേരുണ്ട് 10 പേരുണ്ടെങ്കിൽ ആ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അഞ്ചാമത്തെ മിഡിലുള്ള അഞ്ചാമത്തെ ആറാമത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ എൻട്രീസിൻ്റെ ആവറേജ് ആയിരിക്കും പിന്നെ അത് എന്ത് ചെയ്യാം ചെറുതിൽ നിന്ന് വലുതോട്ട് എഴുതുമ്പോൾ അഞ്ചാമത്തെ ആറാമത്തെ ആരാന്ന് നോക്കാം ഏറ്റവും ചെറുത് 11 ഒന്നാമത്തെ 11 രണ്ടാമത്തെ 12 മൂന്നാമത്തെ 13 നാലാമത്തെ 13 അഞ്ചാമത്തെ 14 ആണ് അടുത്ത ആറാമത്തെ എന്ന് പറഞ്ഞാൽ 15 14ൻ്റെ 15ൻ്റെ ആവറേജ് 29ൻ്റെ പകുതി 14 ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം മുരളീധരൻ ഓണർ ഓഫ് എ ഗ്രോസറി സ്റ്റോർ ഓഫേഴ്സ് ഡിസ്കൗണ്ട് സ്കീം ഏതാണ് 5 എണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ കൊടുക്കുന്നു ബട്ട് ഇസ് എഫക്റ്റീവ് ഡിസ്കൗണ്ട് ഒരെണ്ണം ആണ് ഫ്രീ കൊടുക്കുന്നത് ടോട്ടൽ എത്ര പോവുകയുള്ള 6 എണ്ണം പോകും 1/6 എന്ന് പറഞ്ഞാൽ 16.67% ആണ് അവിടുത്തെ ഡിസ്കൗണ്ട് ഇതൊക്കെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് 10 എണ്ണമെങ്കിലും പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം 10 അല്ല 10 12 എണ്ണമെങ്കിലും പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം പെർസെൻറ്റേജ് ഓഫ് സ്വീത ആൻഡ് സുമൻ 4:1 ആണ് 6 ഇയേഴ്സ് മുമ്പേ റേഷ്യോ എന്തായിരുന്നു 2:3 ഡിഫറൻസ് ഒന്നാണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഏജിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എത്ര പറയുന്ന റേഷ്യോയിൽ 4 നിന്ന് 2 ആവാൻ 2 പറയുന്നത് 2ൻ്റെ വാല്യൂ 6 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 ആണ് പേനയുടെ ആവശ്യമില്ല 1 യൂണിറ്റ് 3 ആണ് അപ്പോൾ സീതയുടെ പെർസെൻറ്റേജ് 1 യൂണിറ്റ് 3 ആണെങ്കിൽ 4 യൂണിറ്റ് എത്രയാണ് ഇതാണ് പെർസെൻറ്റേജ് 4 3 12 അതൊക്കെ പെൻ ഫ്രീ ആയിട്ട് തന്നെ കൂട്ടാം അമിത് ഗെറ്റ് 6% ഇൻക്രീസ് ഇൻ ദ സെയിൽ എമൗണ്ട് ഇൻ ഫസ്റ്റ് ഇയർ ആൻഡ് 20% ഇൻ ദ സെക്കൻഡ് ഇയർ പ്രസൻറ്റ് സാലറി ഇത്രയാണെങ്കിൽ 2 ഇയേഴ്സ് ആയിരുന്നു ഇപ്പോൾ 254 400 പ്രസൻറ്റ് സെയിൽ അതെങ്ങനെ കിട്ടിയത് നേരത്തെയുള്ള സെയിലിൽ നിന്നും 6% കൂടി അതായത് നേരത്തെയുള്ള സെയിലിൻ്റെ കൂടെ 106/100 ആയി ഇപ്പോൾ റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്താവും 100/106 ഇൻറ്റു ലെഫ്റ്റ് സൈഡിൽ നേരത്തെയുള്ള സെയിലിനകത്ത് 20% കൂടിയിട്ടായിരുന്നു 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ് അല്ലെങ്കിൽ 6/5 ആയിട്ടായിരുന്നു ഇവിടെ 6/5 കൊണ്ട് വിളിച്ചിട്ടായിരുന്നു ഇത് വന്നത് തിരിച്ച് ആദ്യത്തെ സ്ഥലത്തോട്ട് ഇത് ഇവിടെ എത്തുമ്പോൾ ഇവിടെ 6/5 ആയത് ഇവിടെ എന്ത് വരും 5/6 ആവും ഡിവിസം അപ്ലൈ ചെയ്യാൻ നോക്കാം ഡിവിസം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ 6 കിടക്കും 6നെ ക്യാൻസൽ ചെയ്യണം 3 വെച്ച് വെട്ടാം 2 1 3 വെച്ച് വെട്ടുന്ന സമയത്ത് ഇവിടെ 8 14 3 4 24 8 0 0 ആയിരിക്കും ഇനി എന്ത് ചെയ്യാൻ ഡിവിസം അപ്ലൈ ചെയ്യാം ഇവിടെ 6 1 7 7 2 14 5 മേലെ താഴെ 2 കൊണ്ട് വിളിക്കണം 5 × 2 10 ഇവിടെ നോക്കണ്ട 1 ആണ് 12 തൊട്ടും 20 ഡിവിസം 2 വരും ഇവിടെ 6 ആണ് 9 ആണ് ഇവിടെ 5 ആണ് ഡിവിസം 2 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ ഡിവിസം ഒക്കെ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യാം ഫുൾ കാൽക്കുലേഷൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അടുത്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ നോക്കാം കാൽക്കുലേറ്റ് ആണെന്ന് തോന്നുന്നു യെസ് അക്ഷയ് places 3 identical rings of diameter 21 in such a manner that each one touches the other 2 rings. He observes that there is a space enclosed by the circles. What is the area of the portion? അപ്പോൾ പൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് റൗണ്ടഡ് ഓഫ് ടു 2 ഡെസിമൽ പ്ലേസ് ആണ് √3യുടെ വാല്യൂ വന്നിട്ടുണ്ട് കുറച്ച് കാൽക്കുലേഷൻ ഉള്ളതായിട്ട് തോന്നുന്നു നോക്കാം അപ്പോൾ അക്ഷയ്ക്ക് 3 റിങ്സ് ആണുള്ളത് ഓക്കെ 1 2 ഓക്കെ ഇവിടുന്ന് വരയ്ക്കാം 2 ഓക്കെ ഇച്ചിരി വലുത് വരയ്ക്കാം 2 ഇത് 3 യെസ് പെർഫെക്റ്റ് ഓ പെർഫെക്റ്റ് അല്ല സോറി യെസ് താഴോട്ട് ഇത് വരുന്നില്ലല്ലോ നോക്കാം അവിടെ വരയ്ക്കാൻ പറ്റുന്നില്ല അവിടെ എന്ത് പ്രശ്നമുണ്ട് അവിടെ വരെ പോകുന്നുള്ളൂ എന്ത് ചെയ്യും മൂന്നാമത്തെ നമ്മൾ എങ്ങനെ വരയ്ക്കും യെസ് വന്നു അങ്ങനെ 3 സർക്കിൾ താഴത്തെ കുറച്ച് ചെറുതായി കുഴപ്പമില്ല അപ്പോൾ പറയുന്നത് എന്താണ് പറയുന്നത് 3 എണ്ണം വെക്കുന്നു ഡയമീറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും സെൻറ്റർ ഇതൊക്കെയാണെന്ന് വെച്ചു സെൻറ്റർ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡയമീറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കുന്നു ഇത് ഇങ്ങനെ വരയ്ക്കുന്നു ഇത് ഇങ്ങനെ വരയ്ക്കുന്നു വേണമെങ്കിൽ ഫിഗർ മൊത്തം നല്ലൊന്ന് വരച്ചേക്കാം യെസ് ഇത് സ്ട്രേറ്റ് ലൈൻ ഇതും സ്ട്രേറ്റ് ലൈൻ അങ്ങനെ ഇതെന്താണ് ഇതല്ല എൻ്റെ ഇത് 21/2 ഇത് 21/2 അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 21 ഇത് എത്രയാണ് 21/2 21/2 ഇതും 21 ഒരു ഇക്വലാറ്റർ ആംഗിൾ അപ്പോൾ ഇവിടെ എല്ലാം എന്തുണ്ട്
ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് 60 60 60 ആണ്. നമുക്ക് വേണ്ടുന്നത് എവിടുത്തെ ഏരിയ ആണ് വേണ്ടുന്നത്? അക്ഷയ്ക്ക് വേണ്ടുന്ന എവിടുത്തെ ഏരിയ ആണ്? ഈ ഏരിയ ആണ്. ഈ ഏരിയ ആണ്, ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കി തരാം. ക്വസ്റ്റ്യനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, കാണാതെ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കാം. പക്ഷെ അതെങ്ങനെ വരുന്നതെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. നല്ല ക്വസ്റ്റ്യൻ അല്ലേ ഇത്, അതുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടലി ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ നിന്നും ഈ 3 സെക്ടറിൻ്റെ ഏരിയ, ഒന്നാമത്തെ സെക്ടർ, രണ്ടാമത്തെ സെക്ടർ, മൂന്നാമത്തെ സെക്ടർ കുറയ്ക്കണം. അപ്പോൾ ടോട്ടൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ എന്ത് വരും? 21 സൈഡുള്ള ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? √3/4 a² ആണ്. അല്ലെങ്കിൽ 2 ആണെങ്കിൽ √3 ആണ്. 2നെ നമ്മൾ 21 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എത്ര ഉണ്ടോ? 10. 21/, എത്ര കൊണ്ട് ഗുണിച്ചേക്കുന്നത്? 21/2 കൊണ്ട് ഗുണിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 21/²/2. അങ്ങനെ ചെയ്യാം. അത് അറിയാത്തവർക്ക്, അതിൻ്റെ ക്ലാസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ √3/4 × a². 21 ആണ് സൈഡ്, 21 × 21. ഇതാണ് ഈ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് 3 എണ്ണം കുറയ്ക്കണം. 3 എണ്ണം എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി, 60 ഡിഗ്രി, 60 ഡിഗ്രി. 180 ഡിഗ്രിയാണ് നമുക്ക് സെൻറ്റർ ആംഗിൾ വരുന്നത്. 180/360. ഈ 3 സെക്ടറിൻ്റെ ആംഗിളാണ്. സെക്ടറിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ θ/360 × πr² ആണ്. ഇതൊക്കെ പഠിക്കാം. അപ്പോൾ 3 എണ്ണം ഉള്ളതുകൊണ്ട് 180/360 ഒരു ഹാഫ് സർക്കിൾ വരും ഇൻറ്റു പൈ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ 21/2 ആണ്. ഇതാണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ സെക്ടറിൻ്റെ റേഡിയസ്. ഓക്കെ, സെക്ടർ 3 എണ്ണം കുറയ്ക്കുകയാണ് വേണ്ടത്. 21/21 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൊത്തത്തിലാണ്. റേഡിയസ് ഡയമീറ്റർ 21 ആയതുകൊണ്ട് റേഡിയസ് 21/2 സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. നോക്കാം, കോമൺ ആയിട്ടുള്ളത് എടുക്കാം. 21 × 21/4. ഇവിടെ 21/²/ ഇവിടെ നിന്ന് ഒരു 4 എടുക്കാം. 1/2 ആണ് അല്ലേ? 180/360 1/2 ആണ്. നമുക്ക് 4 എടുക്കാം. യെസ്, 21/2 സ്ക്വയർ. ഓക്കെ, ഒരു 2 അവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 441/4 കോമൺ എടുക്കാം. ഇപ്പോൾ ഇവിടെ എന്ത് വരും? √3 വരും, മൈനസ് π/2 വരും. π/2 എന്ന് പറഞ്ഞാൽ 22/7/2 ആണ്. അതായത് എന്ന് വെച്ചാൽ എത്രയാണ്? 11/7 വരും. ഓക്കെ, 22/7 × 2 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 441 കാൽക്കുലേഷൻ ഉണ്ട്. കാൽക്കുലേഷൻ ക്വസ്റ്റൻ ആണ്, കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്, ലാസ്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, ബാക്കിയെല്ലാം വെരിഫൈ ചെയ്ത് ഇതേപോലത്തുള്ള ക്വസ്റ്റൻസ് ചെയ്യാനാണ്. 441/4 × √3ക്ക് 1.732 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു 7 1.732 ചെയ്യാം. ഇൻറ്റു 7 ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. 2 × 4 2 × 7 14 1 21 1 22 2 2 49 2 51 1 5 7 5 12 12.124 മൈനസ് 11/7 ആണ് വരുന്നത്. അപ്പോൾ 7ഉം 441 21/7 3 ആണ്. 21 × 3 ഇത് 63 വന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും? നമുക്കിവിടെ 63 ഇൻറ്റു 12.124 മൈനസ് 11 1.124 /4 എന്ന് വരും. പിന്നെ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11/4 2 32/4 8 1 0.281 എന്ന് വരും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 63 ഇൻറ്റു, കാര്യം അപ്രോക്സിമേറ്റ് ആണ്, 0.281. കാൽക്കുലേഷൻ ചെയ്തേക്കടാ. 63 1 63 ശിഷ്ടം 6 63 8 480 24 504 6 510 ഇഷ്ടം 51. കാൽക്കുലേഷൻ ചെയ്യുന്നത് ഡെയിലി ചെയ്യുന്നത് ഇതിന് വേണ്ടിയാണ്. 63 2 126 51 177. എവിടെയും കാൽക്കുലേഷൻ തെറ്റോ? കാൽക്കുലേഷൻ ചെറിയ മിസ്റ്റേക്ക് വന്നാണ്, അതായിരിക്കും കറക്റ്റ് ആൻസർ കിട്ടാത്തത്. നമുക്ക് പക്ക ആൻസർ വരും. 281 അല്ല, 28 4 വെച്ചിട്ടുമ്പോൾ 2 32 8 1. അതെ, നമുക്ക് കുറച്ച് വരകളുടെ എഴുതാം. 63 × 0.281 ആണ്. 63 × 1 63 6 63 8 480 27 504 6 510 0 51 63 2 126 126 51 എന്ന് പറയുമ്പോൾ 177. യെസ്, 177. പോയിന്റ് എത്ര എണ്ണം? 3 എണ്ണം. 17.70. ഓപ്ഷൻ 2 ആപ്റ്റ് കറക്റ്റ് ആൻസർ എത്തിച്ചു. പക്ഷേ ഈ ഒരു ക്വസ്റ്റിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജോമെട്രി ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതാണ്. കാണാതെ പഠിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു റേഡിയസ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് റേഡിയസിൻ്റെ സ്ക്വയറെ ഇൻറ്റു √3 മൈനസ് π/2. അതായിരിക്കും നമ്മളുടെ ആ ഒരു 3 സർക്കിൾ വരച്ചാൽ അതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ ഇത് ചെയ്തത്. ഡയറക്റ്റ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് തന്നെ റേഡിയസ് പറഞ്ഞ് 21 441/4 21/2 സ്ക്വയർ
ഇൻറ്റു ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ ഈ സ്റ്റെപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാൽക്കുലേഷൻ പക്ഷേ ചെയ്യേണ്ടി വരും. മൾട്ടിപ്ലിക്കേഷനൊക്കെ ഈ 63 ഗുണം 8 ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാനേ പറ്റത്തില്ല. യെസ്, ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലേ ഞാൻ ചെയ്യത്തുള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലാസ് കണ്ടാലും അതിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാൻ കിട്ടണം. സർക്കിൾ വിത്ത് സെൻറ്റർ ഓ ആർക്ക് എ ബി സി സബ്റ്റൻസ് ആൻഡ് ആംഗിൾ 130 അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ദ കോഡ് എ ബി ഇസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് പി. സി ബി പിയുടെ വാല്യൂ വേണം. ഒരു സർക്കിൾ ഉണ്ട്, സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആണ്. ഓക്കെ, സർക്കിൾ ഉണ്ട്, സെൻറ്റർ എന്താണ്, സെൻറ്റർ ഇവിടുത്തെ സെൻറ്റർ ഒ ആണ് എന്ന് പറഞ്ഞ സെൻറ്റർ ആണ്. ആർക്ക് എ ബി സി, ഓക്കെ ഇത് ഒ ആണ്. ആർക്ക് എ ബി സി ഓക്കെ എ ബി സി എന്ന് പറയുന്ന ആർക്കാണ്. അത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 134 ഓക്കെ 134 ഈ ആംഗിൾ 134 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ പറയുന്നത് എന്താ, ഓക്കെ ഇത് ഒ ആണ്, 134 പറയുന്നു. എ ബി എന്ന് പറയുന്ന കോഡ്, ഓക്കെ എ ബി എന്ന് പറയുന്ന ആ ഒരു കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നീട്ടി വരയ്ക്കുന്നു. അപ്പോൾ എ ബി എന്ന് പറയുന്ന കോഡ് നീട്ടി വരച്ചിട്ട് പി എന്ന് പറയുന്ന പോയിന്റിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇത് ബി ആണ്, പി എന്ന് പറയുന്ന പോയിന്റ് ജോയിൻ ചെയ്യുന്നു. സി ബി പി, സി ഈ ഒരു ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. സി ബി പി, സി ഇതാണ്, സി ബി പി ആണ് വേണ്ടത്. യെസ്, ഈ ആംഗിൾ വേണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നോക്കേ സി ബി എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. എ സി എന്ന് പറയുന്ന ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോഡ് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 134. ആ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും, 67 ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കേ, ഇത് എം ആണെന്ന് വെച്ചോ. എം എ ബി സി എന്ന് പറയുന്നത് എന്താണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമയത്തായിരിക്കും 150 ആയിരിക്കും. അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഇത് 67 ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും, 67. ഓപ്ഷൻ 2 കൊടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് 150. ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് എന്താണ്, സ്ട്രേറ്റ് ലൈനിൽ ആംഗിൾ 150. ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് 150 ആണ്, ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് 150 ആണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് 113 കിട്ടും. ഓപ്പോസിറ്റ് ആംഗിളുടെ സമയം 150. ഇത് എത്ര ആയിരിക്കും, 150 മൈനസ് 113, ഈ ഒരു വാല്യൂ തന്നെ ആയിരിക്കും. അപ്പം സൈക്ലിക് ക്വാഡ്രിലാറ്ററിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കാം. ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എക്സീഡ് ആംഗിൾ ഉണ്ടാക്കുന്ന എക്സീഡ് ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി വെച്ച് ഈസി ആയിട്ട് ചെയ്യാം. 29ാമത്തെ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യനാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻസ് അത്ര ഈസി അല്ല എന്ന് വെച്ചാൽ ഒരുപാട് ഈസി അല്ല, പക്ഷേ കുറച്ച് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് മറ്റേ എന്ത് ചെയ്യുന്നുണ്ട്, 20ാമത്തെ ക്വസ്റ്റ്യൻ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ പാർക്ക് ഇതാണ്, പെരിമീറ്റർ ഇതാണെങ്കിൽ ഏരിയ. അപ്പോൾ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 6:3 ഇൻറ്റു ടോട്ടൽ 5 യൂണിറ്റാണ് 60, 1 യൂണിറ്റ് 12 ആണ്. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് 12 ആണ്. 3 യൂണിറ്റ് 36, 2 യൂണിറ്റ് 24. സോറി, റേഷ്യോ ഓഫ് ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 60, 1 യൂണിറ്റ് 12 ആണ്. യെസ്. അപ്പോൾ 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യെസ് 12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 × 2 6 അതേ ഗുണം 3ൻ്റെ കൂടെ ആരുണ്ട്, 12 ഉണ്ട്, 2ൻ്റെ കൂടെ 12 ഉണ്ട്. അല്ലെങ്കിൽ 36 × 24, അതാണ് ആൻസർ. 36 × 24 ആൻസറിൽ 9 ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 147 × 6 864. അല്ലെങ്കിൽ ആൻസറിനകത്ത് 9 ഉണ്ട്. ഇത് 9 ഇല്ല, ഇത് 9 ഇല്ല, ഇത് 9 ഉണ്ട്. പക്ഷേ ആൻസർ എന്തായിരിക്കും, 36 × 24 ആയിരിക്കും. 300ലേക്ക് കൂടുതലായിരിക്കും. ഓപ്ഷൻ 4. എങ്ങനെയുള്ള ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. യൂണിറ്റ് 4 ആയിരിക്കും. കാൽക്കുലേഷൻ ചെയ്യാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് റീസണിങ് ആണ്. യെസ്, നമ്മൾ 30 ക്വസ്റ്റ്യൻ ചെയ്തു. ഇത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 30 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഒരു 20 മിനിറ്റിനകത്ത് അല്ലെങ്കിൽ 15 മിനിറ്റിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. 15 മിനിറ്റിൽ എന്ത് ചെയ്യാം, സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ വേണ്ട, 20 മിനിറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. യെസ്, ഈസി ആയിട്ട് ചെയ്യുക. എല്ലാ മെത്തേഡ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ചില ക്വസ്റ്റ്യൻസൊക്കെ, നല്ല ക്വസ്റ്റ്യൻസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചാണ്. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് പറയുക. ക്ലാസ്സുകളെല്ലാം കാണാൻ ശ്രമിക്കുക. ഞാൻ വീണ്ടും ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഇതേപോലത്തുള്ള ക്ലാസ്സുകളുടെ ഇത്രയും ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഏകല വെബ് ബേസിലെ ക്ലാസ്സുകളും എല്ലാം ആയിട്ട് വരാം. ഓക്കെ, GK ക്ലാസ്സിൽ തുടങ്ങുന്നതായിരിക്കും. യെസ്, GKക്ക് നിങ്ങൾ പരമാവധി ഫോളോ ചെയ്യുക കേട്ടോ. ഒരു എക്സ്ട്രാ ഹെൽപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും തുടങ്ങും കേട്ടോ. യെസ്, ബൈ.